ഈ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ മികച്ച ബന്ധത്തിലേക്ക് പോകുന്നു എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഈ ഇടക്കാലത്ത് അതിർത്തി പ്രദേശത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. പ്രധാനമായി ചൈന അവിടെ ഒരു പ്രവിശ്യ തന്നെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ബന്ധം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക? ഇതിനകത്ത് നമ്മൾ ഈ പല രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പല രീതിയിൽ ഒരു പ്രാവശ്യം ചൈനയിലെ പത്രം എഴുതി തന്നെ കണ്ടില്ലേ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു. നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മിത്രമായിട്ടും നമ്മൾ ഇപ്പോൾ ഇറാനുമായിട്ടും നമുക്ക് ബന്ധമുണ്ട്, ഇസ്രായേലുമായിട്ടും ബന്ധമുണ്ട്. അതിനകത്ത് രണ്ട് രാജ്യങ്ങൾക്കും പരാതിപ്പെടാൻ പറ്റാത്ത ഈ രീതിയാണ്. അപ്പോൾ ഇതുപോലുള്ള നയതന്ത്ര ബന്ധം, അപ്പോൾ ഇത് റഷ്യയുമായിട്ടുള്ള അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം, റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് അതിർത്തി പ്രദേശങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തയ്യാറായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിനുശേഷം അമേരിക്ക നമുക്കൊരു താക്കീത് തന്നു, അവരെ വിശ്വസിക്കേണ്ട, അവർ പട്ടാളക്കാരെ അവിടെ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർഫസ് ടു സർഫസ് മിസൈൽ ഇപ്പോഴും അവിടെ വായിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മളും കോപ്പിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള നിരീക്ഷണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തുമല്ലോ. അപ്പം ഇതിനകത്ത് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മാലദ്വീപ് എന്ന് പറയുന്ന സംസ്ഥാനം ചൈന ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാന്, ഈ പറയുന്ന മ്യാൻമർ, ഈ രാജ്യങ്ങൾക്കകത്തെല്ലാം ഫണ്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റുകൾ വയ്ക്കുക, ഈ കടം കൊടുക്കുക, ചൈനയുടെ പരിപാടി. എന്നിട്ട് അവിടെ ഓരോ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അല്ല തുറമുഖങ്ങൾ ഇതിനൊക്കെ ഫണ്ട് കൊടുത്തിട്ട് ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആവുമല്ലോ. അന്നേരം അവിടെ ഈ ആഴ്ന്നിറങ്ങി അല്ലെങ്കിൽ അവിടെ സ്വാധീനമുണ്ടാക്കി ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് വരുത്തി ഇന്ത്യക്കെതിരെ ഇങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സുഗമമായ പോക്കിന് കുഴപ്പം വരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം വളരെ കാലമായിട്ടുണ്ടല്ലോ. അത് അമേരിക്കയുമുണ്ട് ചൈനയുമുണ്ട്. അതിനകത്ത് ചൈനയുടെ ഉദ്ദേശം പ്രധാനമായിട്ടും ഇത് തന്നെയാണ്. അമേരിക്കയ്ക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടാവും ഒരുപക്ഷെ അല്ലെങ്കിൽ നമ്മളോട് ഈ രീതിയിൽ കാണാം. പക്ഷേ ചൈനയുടെ ഉദ്ദേശം പാകിസ്ഥാന് ആയുധം കൊടുക്കുന്ന പരിപാടി പണ്ട് തൊട്ടേ ഉള്ളത്. പാകിസ്ഥാൻ ആയുധം കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ആരോട് ആദ്യം ഇത് ഉപയോഗിക്കാൻ സാധ്യത ഇന്ത്യയോട് തന്നെ, അതറിഞ്ഞുകൊണ്ട് തന്നെ ആയുധം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇതേ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇന്ത്യ ഈ പറയുന്ന ചൈനയ്ക്ക് ത്രട്ടുള്ള അല്ലെങ്കിൽ ചൈനയുടെ അതിർത്തിയുമായിട്ട് തർക്കമുള്ള രാജ്യങ്ങളെ നയതന്ത്ര ബന്ധത്തിൽ കൂടി അല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ രാജ്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഡിഫൻസ് ഡീലുകൾ ഏറ്റവും പ്രധാനമായിട്ടും അവരുമായിട്ട് നടത്തിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ നമ്മൾ റഷ്യയും നമ്മളുമായിട്ട് ഈ അല്ലെങ്കിൽ ഉരുത്തിരിച്ചെടുത്ത വളരെ വളരെ കൂടുതൽ വേരിയൻറ്റുകൾ കൊണ്ടതാണ്. കാരണം ഇതിനെ റഡാറിന് സംവിധാനങ്ങൾക്കൊന്നും പിടിക്കാൻ പറ്റാത്ത വളരെ വളരെ കൂടുതൽ പ്രത്യേകതകളുള്ള പല രാജ്യങ്ങൾക്കും ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ഇത് മേടിക്കാനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയുധ കരാറൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100ഓളം രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഈ ചൈന നമ്മളോടുള്ള പ്രശ്നത്തിന് കാരണമെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അതിർത്തി മാന്തുന്ന സ്വഭാവം ചൈനയ്ക്കുണ്ടല്ലോ, ഏത് രാജ്യങ്ങളും. അപ്പോൾ നമ്മളുടെ അതിർത്തി മാന്തുമ്പോൾ പല ഘട്ടങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഈ 10 കൊല്ലം കൊണ്ട് ഇതിനെല്ലാം കൃത്യമായ മറുപടി അല്ലെങ്കിൽ പഴയതുപോലെ പല ഘട്ടങ്ങളിൽ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റുന്നു, പല മാപ്പുകൾ പ്രസിദ്ധീകരിക്കുന്ന പ്രകോപനം കാണിക്കുമ്പോൾ നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെ തിരിച്ച് ഇതിവിടെ നടക്കത്തില്ല കുഞ്ഞിരാമ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ നടക്കത്തില്ല എന്ന് പറയുകയും നടക്കത്തില്ല എന്ന് ഈ ഒരു ഘട്ടത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഈ അതിർത്തി ഒരു വിഷയം വന്നപ്പം കാഷ്വാലിറ്റി കണ്ടമാനം ചൈന അത് വെളിവിട്ടില്ല. 100ഓളം പട്ടാളക്കാരെ കഴുത്തൊടിച്ച് കളഞ്ഞ ഒരു ആണല്ലോ നമ്മുടെ ഈ 2022 നടന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഏറ്റവും അവസാനം ഞങ്ങളുടെ 10-20 പട്ടാളക്കാർക്ക് കാഷ്വാലിറ്റി പറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു രീതിയിലും ഒക്കാത്തപ്പോൾ എന്നാൽ ഏത് സമയവും നമ്മൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായി നിൽക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് ചൈനയ്ക്ക് അതുപോലെ ഇടപെടിയിലുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം ഈ ബംഗ്ലാദേശിനെ ഈ രീതിയിൽ ഉരുത്തിരിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു ത്രട്ട് ഉണ്ടായിക്കോട്ടെന്ന്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചൈനയുമായിട്ട് പ്രശ്നങ്ങളുള്ള ഫിലിപ്പീൻസ് പോലെയും അല്ലെങ്കിൽ വിയറ്റ്നാം പോലെയും ഇന്തോനേഷ്യ പോലെയും ഉള്ള രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലുകൾ കൊടുക്കാൻ അതിനകത്ത് തയ്യാറാവുന്നുണ്ട്. അവരത് മേടിക്കാനും തയ്യാറാവുന്നുണ്ട്. അത് ഫിലിപ്പീൻസ് നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈൽ മേടിച്ചിട്ടുണ്ട്. വിയറ്റ്നാം അതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇന്തോനേഷ്യ അതുപോലെ തന്നെ ഈ വിയറ്റ്നാം ചൈനയും തമ്മിൽ അതിർത്തി തർക്കമുണ്ട് കേട്ടോ. ഫിലിപ്പീൻസുമായിട്ട് യുദ്ധസമാനമായിട്ടുള്ള രീതിയിലായിട്ട് ചൈനയുമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇന്തോനേഷ്യയും ചൈനയും തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് അറിയാമല്ലോ.
അപ്പോൾ ഈ രീതിയിലേക്ക് ചൈനയുമായിട്ട് തർക്കമുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുത്ത് അവരെ സമ്മർദ്ദത്തിലാത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ചൈന സുഗമമായിട്ട് ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോകുന്നതിന് അനുവദിക്കാത്ത ഒരവസ്ഥ. നമ്മളുടെ അതിർത്തി രാജ്യങ്ങൾ ഈ മാലദ്വീപിനെ പ്രശ്നത്തിലാക്കി, ശ്രീലങ്കയെ പ്രശ്നത്തിലാക്കി, ഇപ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടിരിക്കുന്ന ബംഗ്ലാദേശിനെ പ്രശ്നത്തിലാക്കി, പാകിസ്ഥാനെ നമ്മൾ പിന്നെ പരിഗണിക്കുന്നില്ല. ഈ ബാക്കി പ്രശ്നത്തിലാക്കിയ മൊത്തം രാജ്യങ്ങൾ ഇപ്പം നമ്മുടെ ഭാഗമായി. മാലദ്വീപ് അവിടുത്തെ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഇപ്പം നമ്മളറിയില്ല. നമ്മൾ പറയുന്നതിനപ്പുറം നിൽക്കത്തില്ല. അവിടുത്തെ 8 ദ്വീപുകളുടെ കാര്യങ്ങൾ, അവിടുത്തെ തുറമുഖത്തിൻ്റെ അല്ലെങ്കിൽ പല വിമാനത്താവളത്തിൻ്റെയും കാര്യങ്ങൾ നമ്മുടെ വ്യവസായികളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകും. പുതിയ ഭരണാധികാരി വന്നപ്പോൾ ശ്രീലങ്കയ്ക്ക് ശേഷം ഇവിടെ വന്നില്ലേ. ഇന്ത്യക്ക് കുഴപ്പം വരുന്ന ഒരു ബന്ധവും ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാവും, പക്ഷേ ഞങ്ങളുടെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാവത്തില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടും ഇപ്പം നമുക്ക് ഏറ്റവും അവസാനം പ്രശ്നം ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിൽക്കുന്നതും അല്ലെങ്കിൽ പ്രശ്നം ഉരുത്തിരിച്ച് അതിന് വേണ്ടി കാലമായില്ലേ. ഇതുപോലെ ഉരുത്തിരിഞ്ഞ് വലിയ വിഷയത്തിൽ നിന്ന രാജ്യങ്ങൾ ഇപ്പം നമ്മുടെ ബംഗ്ലാദേശും നമ്മുടെ ഭാഗമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയുണ്ടാകും. കാരണം അതിനുള്ള കാര്യങ്ങളും പണികളും ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൽ നമ്മൾ വട്ടത്തിൽ പൂട്ടി. കാരണം ഇപ്പോൾ ഈ 4000-ഓളം കിലോമീറ്റർ വട്ടം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് അതിർത്തിയുള്ള രാജ്യം, ആ രാജ്യത്തിന് അതിർത്തി മൊത്തവും നേരത്തെ പ്രശ്നങ്ങളുള്ളതും വിഷയങ്ങളുള്ളതും നുഴഞ്ഞുകയറ്റം കൂടുതലുള്ളതായിട്ടുള്ളതായിരുന്നു വെയിലുണ്ട്. ഇപ്പോൾ അത് മൊത്തവും വെയിലിടാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം തർക്കങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ അവർ തർക്കങ്ങൾ ഉന്നയിച്ചെടുത്തെന്ന് ആദ്യ മര്യാദയ്ക്ക് പറഞ്ഞു, രണ്ടാമതിപ്പം ഓടാ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഓടിച്ചിട്ട് അവിടെ വേലി കെട്ടുന്ന രീതിയിലേക്ക് പോയി. അതുപോലെ മ്യാൻമറിൽ ഒരു ബോർഡുണ്ടല്ലോ, മ്യാൻമർ നമ്മൾക്ക് അവരെ വെച്ചിട്ട് ചൈന അവിടെ ഒരു കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ അതിനകത്ത് അവിടെ ഇപ്പോൾ മൊത്തം അരക്കൻ ആർമി കയറി, അരക്കൻ ആർമിയാണ്ട് ഭാഗം. അപ്പോൾ ഇവനെ ഇങ്ങനെ വളഞ്ഞു ഈ രാജ്യത്തെ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വട്ടം അല്ലെങ്കിൽ നമ്മൾക്ക് വളഞ്ഞു വെച്ചേക്കുന്ന രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറിയിരിക്കുക. അതിനകത്ത് കിടന്നില്ലേ കൊട്ടയ്ക്കകത്ത് ഇതിനകത്തുനിന്ന് മത്സ്യത്തെ പിടിച്ച് തൊട്ടിക്കകത്തിട്ട് അത് കിടന്ന് ചാടുന്ന പോലെ കിടന്ന് ചാടുന്നതേ ഉള്ളൂ. ആ ചാട്ടം അധികം താമസിയാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാരണം ഇതിനകത്തു നിന്ന് വെളിയിലോട്ട് പോകണമെന്ന് വരെ തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ എയർ സ്പേസ് ഉപയോഗിക്കണം ഏതെങ്കിലും ആൾക്കാർക്കും. മാത്രമല്ല ഇവനൊക്കെ നാളെ കാലത്തെ ഭക്ഷണം കഴിക്കണോ, വെട്ടം കണ്ട് കിടക്കണോ, വെള്ളം കുടിക്കണോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ സഹായമില്ലെങ്കിൽ നടക്കത്തില്ല. ആ വണ്ടി ഓടണമെങ്കിൽ ഇന്ധനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വിളിക്കുക നമ്മൾ തീരുമാനമാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിലേക്കാണ്. അപ്പോൾ ചൈന നമുക്ക് വെച്ചിരിക്കുന്ന പണിയുടെ 8ന്റെ പണി തിരിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. അതായത് ചൈനയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയോട് പൊരുതുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പണി വരുന്ന ഒരവസ്ഥ വന്നാൽ ഈ രാജ്യങ്ങൾ ചൈനയുടെ ശത്രുവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ചൈന നാളെ കീഴ്പ്പെടുത്തണമെന്ന് വെച്ചേക്കുന്ന രാജ്യങ്ങൾക്ക് നമ്മൾ ഡിഫൻസ് ഡീൽ നടത്തി അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഈ നയതന്ത്ര ബന്ധം എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്തു പോകുന്ന ഒരവസ്ഥ, ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യങ്ങളായിട്ട് അവരെ പരിഗണിക്കുന്ന ഒരവസ്ഥ. അപ്പം നമുക്ക് വേറെ രാജ്യമായിട്ട് ബന്ധം സ്ഥാപിക്കാമല്ലോ ശ്രീത്തെ. ഇപ്പോൾ ചൈനയുടെ അപ്പുറത്തേക്കുന്ന രാജ്യം ചൈനയ്ക്ക് പറയാനൊക്കെ അയാളുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാതിരിക്കും. നമ്മൾ നയതന്ത്ര ബന്ധം നമ്മുടെ പല രാജ്യങ്ങളുമായിട്ടുമുണ്ട്. ഈ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യം നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധം വരുമ്പോൾ ഇവിടുന്ന് ചിലപ്പം ആയുധം അങ്ങോട്ട് മേടിച്ചെന്നിരിക്കും, അവിടുന്ന് ആയുധം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നിരിക്കും. അത് വേറെ രാജ്യത്തിന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻകാലങ്ങളിലെല്ലാം പോലെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി നിർത്താനാണോ ചൈനയുടെ? അല്ല, അത് ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. അത് നടക്കുന്ന കാര്യം. അമേരിക്ക ഭീഷണിപ്പെടുത്തിയാൽ ഭീഷണിക്ക് വഴങ്ങാത്ത രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടില്ലേ? ആ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് അമേരിക്കയുടെ സഖ്യരാജ്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ബൈഡൻ എല്ലായിടവും അദ്ദേഹത്തിൻ്റെ നാറ്റോ രാജ്യങ്ങൾക്ക് അല്ല അവരെ വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കകത്തൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇനി ആരും ഒന്നും മേടിക്കാൻ പാടില്ല, കയറ്റുമതി ചെയ്യാൻ പാടില്ല, ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മളെന്ത് ചെയ്തു? നമ്മളവിടുന്ന് പെട്രോളിയം മേടിച്ചില്ല, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ മേടിച്ചില്ലേ? നമ്മളവിടുന്ന് കപ്പലെ കൊണ്ടുവന്നില്ലേ? നമ്മുടെ ഡോളർ മാറ്റിയിട്ട് ഇന്ത്യൻ റുപ്പിയിൽ വിനിമയം നടത്തിയില്ലേ? നമ്മൾ ലോകത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അവിടെ പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ എപ്പോഴും ചൈനയ്ക്ക് വഴങ്ങുന്നു എന്നാണ്. അയാൾ പറയുന്നതിനകത്ത് മുഖവിലേക്ക് എടുക്കുന്ന അയാളുടെ പാർട്ടിക്കകത്ത് തന്നെ ആളില്ലല്ലോ. ഇപ്പം അയാൾ രാജ്യദ്രോഹിയാണെന്ന് ഇന്നലെ തെളിയിച്ചില്ലേ? ഇന്നലെ അയാൾ പറഞ്ഞില്ലേ ഇന്ത്യക്കെതിരെയാണ് ഞാനെന്ന്. അപ്പോൾ അയാൾ പറയുന്ന മുഖവിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്ന മുഖവിലേക്ക് എടുക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് ആളില്ല.
നാളെ കാലത്ത് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം വളരെ കൂടുതലായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചതുകൊണ്ട് അതിന് വേരുകൾ എല്ലായിടവും ഉണ്ടെന്ന് ധരിച്ചാണ് ഇദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി പോലും ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയാണ് നേതാവെങ്കിൽ വേണ്ട എന്ന് പറയുന്ന തീരുമാനത്തിലെ കാര്യങ്ങൾ അതിവിദൂരമല്ലാതെ മാറും. മനസ്സിലാവുന്നുണ്ട്? അപ്പം അത് നമ്മൾ അതൊരു വാചകമായിട്ട് കാണണ്ട. ഒന്നെങ്കിൽ പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് അജണ്ടയുണ്ട്. ആ രണ്ടും പ്രശ്നമുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ട നമ്മളല്ല, അവരുടെ വീട്ടുകാരും അവരുടെ പാർട്ടിക്കാരും. രണ്ടാമത് പുള്ളിയുടെ അജണ്ട അത് ഇന്ത്യക്ക് ഗുണമല്ലാത്തൊരു അജണ്ട. അത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കത്തില്ല. അത് ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ നോക്കിക്കോളും. ഞാനീ പറഞ്ഞത് ചൈനയ്ക്ക് വിധേയമായോ അല്ലെങ്കിൽ വിധേയമായോ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തി എന്തോ നമ്മൾ ക്രൂഡ് ഓയിൽ എടുത്തുകൊണ്ട് വന്നില്ലേ, നമ്മൾ ശേഖരിച്ചില്ലേ, കാലങ്ങൾ ഉപയോഗിക്കാനുള്ള ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ബാൻ ചെയ്തേക്കുന്ന യൂറോപ്യൻ കൺട്രീസും നാറ്റോ രാജ്യങ്ങൾക്കും കടലിൽ വെച്ച് നമ്മൾ കച്ചവടം ചെയ്തില്ലേ, കോടാനുകൂടി രൂപ എന്ത് ചെയ്തു അമേരിക്ക. അപ്പോൾ ആ അമേരിക്ക ഇപ്പം നമ്മളെ അവരുടെ പരിധിക്ക് നിൽക്കാത്ത ഇന്ത്യ, അതായത് അമേരിക്കയ്ക്ക് പോലും ഇന്ത്യ ഒരു പരിധിവരെ പരിധിക്ക് നിർത്താൻ പറ്റത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ GDP നമ്മുടെ GDP തമ്മിൽ ആനയാടുമ്പോഴുള്ള വ്യത്യാസം കാണും. പക്ഷേ അമേരിക്കയ്ക്ക് ചൈന ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടുന്ന് ചില സാധനങ്ങൾ കയറി ചെന്നില്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം ദിനേരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ മാനുഫാക്ചറിങ്ങിലൊക്കെ വളരെ മുന്നിലാണ് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. നമ്മൾ പണ്ട് ഈ പറയുന്ന തുർക്കിയല്ലേ നമ്മൾ പാം ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉടക്കിയപ്പോൾ നമ്മൾ പാം ഓയിൽ ഇറക്കുന്ന തുർക്കി എന്താ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന അദ്ദേഹം പറഞ്ഞാട്ടെ എന്ന് പറയുന്നത് നരേന്ദ്രമോദി പറഞ്ഞാട്ടെ. അതുപോലെ ഞാൻ അവിടെ ചെയ്തോളാം. തുർക്കി എന്തും വേണ്ടി ഈ മതരാജ്യത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യമാണെന്നറിയാം. അപ്പോൾ അവിടുന്ന് നമ്മൾ പാം ഓയിൽ ഇറക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പട്ടിണിയായോ? അത്രയും വലിപ്പത്തിലുള്ള രാജ്യമാണ്. ഇവിടെ കിടന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മഹാരാജ്യം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ, അറിയാതെ പറയുന്നതോ അറിഞ്ഞുകൊണ്ട് മോശമാക്കുന്നതോ എന്തായാലും രണ്ടായാലും അതുപോലല്ല ഇപ്പോൾ ഇന്ത്യ. ആ ഇന്ത്യ അതുപോലല്ലാത്ത ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന അമേരിക്ക നിൽക്കുമ്പോഴും ചൈന നിൽക്കുമ്പോഴും പാകിസ്ഥാൻ നിൽക്കുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കുക ഈ രാഹുൽ ഗാന്ധി. അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ വേറെ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുമല്ല അദ്ദേഹം, അതിൻ്റെ കൂടെ നിൽക്കുക. അപ്പം അത് നടക്കത്തില്ല. അപ്പം ഈ ഇന്ത്യയെ വളഞ്ഞു വെച്ചടിക്കാൻ ചൈന തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 8ന്റെ പണി കൊടുത്തിട്ട് ഇന്ത്യയെ ഏത് രീതിയിൽ ചൈന വളഞ്ഞു വെച്ചോ അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ ചൈനയെ ഇന്ത്യ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ശത്രുക്കളെ ആയുധങ്ങൾ കൊടുത്ത് കോപ്പ് കൂട്ടി തയ്യാറാക്കി നിർത്തുന്ന ഒരവസ്ഥ ചൈനയ്ക്ക് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ വട്ടം നോക്കാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ കാര്യങ്ങളുണ്ട്. ചൈന ഒരു പണി വെച്ച് 8ന്റെ പണി നമ്മൾ തിരിച്ചും വെച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.